ബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ രാമായണക്കാറ്റേ എന്നീലാംബരി കാറ്റേ രാമായണക്കാറ്റേ എന്നീലാംബരി കാറ്റേ പൂക്കോലം കിട്ടാൻ വാ പെണ്ണാളേ പൂത്താലം കൊള്ളാൻ വാ പെണ്ണാളേ സ്വരങ്ങളിൽ വരങ്ങള പദങ്ങളായി നിറഞ്ഞു രാമായണക്കാറ്റേ എന്നീലാംബരി കാറ്റേ രാമായണക്കാറ്റേ എന്നീലാംബരി കാറ്റേ തങ്കനൂൽ നീയുമീ സന്ധ്യയിൽ കുങ്കുമം പെയ്യുമീ വേളയിൽ രാഖി ബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ രാമായണക്കാറ്റേ എന്നീലാംബരി കാറ്റേ രാമായണക്കാറ്റേ എന്നീലാംബരി കാറ്റേ. ശ്രേയ, ഹായ് ചേച്ചി. തകർത്തല്ലോ.
ലാലേട്ടനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. പ്ലാൻഡ് ആയിരുന്നല്ലോ. അതെ. ഓക്കെ ചേച്ചി. ശ്രേയ. ഓ ഗംഭീരം. താങ്ക് യു ചേച്ചി. ഇവരൊക്കെ ശരിക്കും ആദ്യം കണ്ട ആ പിള്ളേരേ അല്ല, എല്ലാരും മാറി നല്ല ചുറുചുറുപ്പോട് കൂടി കോൺഫിഡന്റ് ആയിട്ടൊക്കെയാണ് സ്റ്റേജിൽ നിൽക്കുന്നത്. സൂപ്പറായിരുന്നു. താങ്ക് യു ചേച്ചി. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. ഫാന്റാസ്റ്റിക് സോങ് സെലക്ഷൻ ആണ്. കാരണം ഒന്നാമത് ഇതിന്റെ അറേഞ്ച്മെന്റ് എപ്പോൾ കേട്ടാലും സ്ട്രിങ്സ് സെക്ഷൻ, മൈ ഗോഡ്, ഫാന്റാസ്റ്റിക്. സൂപ്പർ ഓർക്കസ്ട്ര, സൂപ്പറായിരുന്നു. ഈ ഒരു പാട്ടിന്റെ ശരിക്കും ആ സ്ട്രിങ്സ് കയറി വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് രോമാഞ്ചമാണ്. ഭയങ്കര ഒരു ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു പാട്ടാണിത്. അപ്പം മോളുടെ ഈ സെലക്ഷന് തന്നെ വലിയൊരു കയ്യടി. താങ്ക് യു ചേച്ചി. ഡീറ്റെയിൽസ് പറയൂ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് രവീന്ദ്ര മാഷാണ്. എഴുതിയത് കൈതപ്രം സാറ്. പിന്നെ പാടിയത് MG ശ്രീകുമാർ സാറും ചിത്രാമ്മയും. പിന്നെ സിനിമ അഭിമന്യു. എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും രണ്ടുപേര് കൂടി പാടിയ പാട്ടാണ് അത്. ഒറ്റയ്ക്ക് നിന്ന് ധൈര്യമായിട്ട് പാടി മനോഹരമാക്കി. താങ്ക് യു ചേച്ചി. എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. കോറസ് നന്നായിരുന്നു. 6 പേരല്ലേ, 3 ബോയ്സ് 3 ഗേൾസ്. നന്നായിരുന്നു മോള്. അതിന്റെ ഇടയിൽ ഒരു ഹമ്മിങ്ങില്ലേ, മേലെ, അതെവിടെ പോയി? പാടില്ലേ നീ? ഇല്ല, അത് പാടിയില്ല. സാരില്ല, ഇല്ല, അതുകൂടെ തൂക്കി കൊല്ലൊന്നുമില്ല. അത് പാടിയില്ല എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഭാഗങ്ങളും നമുക്കൊക്കെ ഭയങ്കര ബൈ ഹാർട്ടാണ് ഈ പാട്ട്. അതിൽ ഫീമെയിൽ ഇടയിൽ കോറസ് കുറച്ചുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. 3 പേരും ഫീമെയിൽസ്, മൊത്തം മെയിലായിരുന്നു. നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് എന്താണ് ആ ഒരു ഒരു സാധനം അതൊക്കെ സപ്പോർട്ട് ചെയ്യായിരുന്നു. ഇടയിൽ ഒരു ബേസ് വന്നേനെ, അതിന് രസം ഉണ്ടാവുമായിരുന്നു. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സാധനം ഞാൻ അത് പ്രതീക്ഷിച്ചു. അത് പാടിയില്ല. പിന്നെ ഇനി ഡ്യുവറ്റ് ആയതുകൊണ്ട് ശ്വാസം മാനേജ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ എന്നുള്ള സംശയത്തിൽ ഞാൻ ഇരുന്നു. അല്ല, മറന്നതാ. വർണ്ണം പുതുവർണ്ണം ഈ സന്ധ്യയിൽ അഴകായി പൊഴിയാൻ, അതും ആ ഫിനിഷിങ്, ആ എൻഡിങ്സ്. ഈ എൻഡിങ്സ് എന്താണ്, അകാരമല്ല, അടച്ചിരിക്കുന്ന സൗണ്ടിങ്സ് വരുമ്പോഴത്തേക്ക് അവിടെ ശ്രുതി കുറച്ച് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് മോള് പാടും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് ഇതൊരു ടെമ്പോ സോങ് ആണ്. ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഇരുത്തി കുറച്ച് സ്ലോ ആയിട്ട് ഇങ്ങനെ അതിന്റെ സംഗതി ഇടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അല്ല, അത് സ്ട്രിക്റ്റ് ടെമ്പോയിൽ തന്നെ പോട്ടെ, അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. പിന്നെ മോള് ആ പല്ലവി കഴിഞ്ഞിട്ട് വരുന്ന തുണ്ട് പല്ലവിയിലെ സംഗതി എന്താണ്? അല്ല, രാമായണ കാറ്റേ കാറ്റേ. അത് ഒരുമിച്ച് പാടും. രാമായണ കാറ്റേ നീലാംബരി കാറ്റേ. അതാ സമയത്ത് അത് കുറച്ചൊന്ന് മിസ്സായിപ്പോയി. പിന്നെ കാറ്റേ കാറ്റേന്ന് എല്ലാ സ്ഥലത്തും അതുപോലെ വരണം. ചില സ്ഥലങ്ങൾ നമ്മൾ കാറ്റേന്ന് പോകുന്നുണ്ട്, നേസൽ ആവുന്നുണ്ട്. അതൊരു ടേയും അല്ലാത്തതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇതൊക്കെ ഇപ്പം ഓൾറെഡി ശ്രേയ നന്നായിട്ട് പാടുന്നുണ്ട്. ഇതൊക്കെ ഈ ചെറിയ ഫൈൻനെസ് പറഞ്ഞു തരുന്നത് ഇനി നെക്സ്റ്റ് ലെവൽ ഒന്ന് കുറച്ചുകൂടെ നന്നാവാനാണ്. ഓക്കെ, അതർവൈസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. ഹായ് ശ്രേയ. ഹായ് സർ. ഹൗ ആർ യു? ഫൈൻ സർ. ശ്രേയ നന്നായിരുന്നു. ഒരു നല്ലൊരു ഗുമ്മുള്ള പാട്ട്. പിന്നെ നമുക്ക് ചെയ്തവരെല്ലാവരും വളരെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കൈതപ്രം സാർ എന്റെ ഗുരുനാഥനാണ്. ഓ വണ്ടർഫുൾ. ഓ ഗ്രേറ്റ് 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 ഗ്രേറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് കുറേ സന്തോഷമാവും. പിന്നെ പാടിയേക്കുന്ന 2 പേരുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, ചേച്ചി അണ്ണാച്ചി. അപ്പോൾ അവർ തകർത്ത്. ഇത് അവരുടെ ലൈവ് ഷോ കാണണം. ഇത് ഒറിജിനലിനേക്കാളും നല്ലത്. അപ്പോൾ അണ്ണാച്ചി, ചേച്ചി, മിസ് യു കുറേ. ശ്രേയേ, എനിക്ക് ഈ രാമായണക്കാറ്റ്, നീലാംബരിക്കാറ്റേ കഴി തങ്കനൂല് എങ്ങനെയാ പാടുന്നേ? അത് പാടിയിട്ട് തങ്കനൂൽ നെയ്യുമീ താരതി എന്നായിരുന്നു ആദ്യം പാടിക്കൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു ശ്രേയയുടെ ഉള്ളിലെ കമ്പോസർ എഴുതിയിട്ട് ഇത് വേണ്ട, ഇങ്ങനെ മതി രവീന്ദ്ര മാഷെ എന്ന് പറഞ്ഞിട്ട് അത് ഒന്നും കൂടെ കമ്പോസ് ചെയ്തതാണോ എന്ന് തോന്നി. തങ്കനൂലിന് എന്തിനാ അങ്ങനെ ഒരു കുണുക്ക് എന്ന് വിചാരിച്ചോ?
പക്ഷെ അത് നല്ലതാ. പക്ഷെ അത് ഒറിജിനൽ തങ്കനൂൽ അത് തന്നെ വേണ്ടേ? ഓക്കെ സാർ. ഓക്കെ സാർ. ഞാൻ ആ ഗുരുനാഥനെ വിളിച്ച് സംസാരിക്കണം. അയ്യോ വേണ്ട. ആ പിന്നെ കുറച്ചും കൂടെ ശ്രദ്ധിക്കാം ശ്രേയ. പിന്നെ രാമായണക്കാറ്റ് ലാസ്റ്റ് ഇപ്പോൾ മഞ്ജരി പറഞ്ഞല്ലോ, ഇനി ഇപ്പം അനുപല്ലവി തുടങ്ങുമ്പോൾ ഒക്കെ കൂടെ കുറച്ചും കൂടെ ശ്രുതി. കാര്യം ആ കോഡ്സ് അങ്ങനെ ഉള്ളതുകൊണ്ട് അത് അപ്പോഴേ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു സുഖം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അത് നോക്കിക്കൊള്ളുക. അപ്പൊ എന്തൊക്കെയാലും ശ്രേയ, കുറെ സന്തോഷം. നന്നായിട്ട് തന്നെ പാടി കുറേയും കൂടെ ബെറ്റർ ആക്കാം. ഓക്കെ സാർ. All the best. സെറ്റ് ആക്കാം. താങ്ക് യു ശരത് സർ. സെറ്റ് ആക്കാം. ഷാനിക്ക. അമ്മ ശ്രേയ ഷാനിക്ക നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു ഷാനിക്ക. ഞാനിങ്ങനെ വിചാരിച്ചു, എന്തായാലും ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നതല്ലേ, പെപ്പി നമ്പറൊക്കെ അല്ലേ. ഞാനേ എനിക്ക് ആ പാട്ട് കിട്ടി. ഞാൻ മച്ചാനെ കൊടുത്തായിരുന്നു. വീണ്ടും മച്ചാനെ. പക്ഷെ കിട്ടിയില്ല. അവിടെ വേറെ കുറെ ആൾക്കാർക്ക് അത് കിട്ടിയ. മച്ചാനെ അങ്ങനല്ല, ഈ മച്ചാൻ ആരാണ്? ഹൂ ഇസ് ദ ബ്ലഡി മച്ചാൻ? എന്റെ മച്ചാൻ. ഇതോ? അപ്പൊ നീ ഇക്കാന്ന് വിളിക്കരുത്, വേറെ എന്തെങ്കിലും വിളിക്കണം. വിളിക്കട്ടെ? വിളിച്ചോ. പറയൂ മച്ചാനെ. എനിക്കൊരു സ്പോട്ട് എലിമിനേഷൻ നടത്തണം. മച്ചാനൊക്കെ ഷാനിക്ക പറയുന്നേ. അല്ല അതല്ല, മച്ചാനെ കൊടുത്ത് കിട്ടില്ല, വേറെ ആർക്കോ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാനാണോ ഈ തവണത്തെ നിന്റെ മച്ചാൻ? ഷാനിക്ക എന്താ വേണ്ടേ? അല്ല, എനിക്ക് തോന്നിയത് എന്തായാലും ഇത്രയും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു, ചെറിയൊരു അനക്കം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നെ നോക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ചെറിയൊരു മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ആവാന്നൊക്കെ എനിക്കൊന്ന് തോന്നി. ഇതന്നെ ഞാനും ചോദിച്ചത്. അപ്പൊ പറഞ്ഞു ഞാൻ ഡാൻസ് കളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. നല്ല ഡാൻസ് ആയിരുന്നു, കണ്ടില്ല. മഞ്ജരിയുടെ കണ്ണിൽ തിമിരം എന്നൊക്കെ പറഞ്ഞു. അയ്യോ അങ്ങനെ പറയല്ലേ ഈശ്വര, അല്ലെങ്കിലേ കണ്ടൂടെ. ഞാൻ എന്നെ വിളിക്കാൻ വന്ന അടുത്ത മച്ചാൻ ആരാണ്? ഗൗരിയാണോ? ഇതാണോ? ഗൗരി നന്നായി ഇംപ്രസ് ചെയ്യണം കേട്ടോ. ഷാനിക്ക ഹായ് ഗൗരി. ഇത് പറ്റൂലട്ടോ. ഗൗരി ഷാൻ അതൊക്കെ പറ്റും. അപ്പൊ ഇത്ര കാലാണ് ഇതൊക്കെ മറന്നു. ഇല്ല ഷാനെ, നീ എല്ലാം എന്റെ അടുത്ത് കഴിഞ്ഞ അതാ ഷാനെ ഒരു 10-15 ദിവസത്തോളം കിട്ടിയിട്ടുമില്ല. കൈമലർത്തി. ഷാനിക്ക ഷാനിക്ക പാർക്കിലേക്ക് പാർക്കിലേക്കോ? ഇപ്പോഴും അതൊക്കെയാ ചിന്ത. വൃത്തി കേട്ടോ. മോളെ നന്നായിട്ട് പാടിയോളെ. അയ്യോ താങ്ക് യു ഷാനിക്ക. ഓക്കെ, അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. അല്ല നന്നായിട്ട് തന്നെ പാടി. എനിക്ക് ജസ്റ്റ് ആ സ്റ്റേജ് ഒന്ന് യൂസ് ചെയ്യാമായിരുന്നു. ഇത്രയും മെനക്കെട്ട് ഇത്രയും വലിയ പിന്നെ അതൊക്കെ നല്ലതായിരുന്നു. അതൊക്കെ നല്ലതായിരുന്നു. അതൊക്കെ കണ്ണാടി വെച്ച് വന്ന കിടക്കാച്ച കണ്ണാടി പരിപാടിയായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പൊ അതിന് മുന്നേ വരെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അത് കുറച്ചുകൂടെ ഒന്ന് ആഘോഷിക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം മാത്രമേ. ഞാൻ പറയുന്നില്ല എന്റെ പൊന്നേ. ഗൗരി ഇങ്ങനെയൊക്കെ നമുക്ക് പാർക്കിലേക്ക് പോവാം. ശ്രേയ 8.7 മാർക്ക്. താങ്ക് യു സർ. ഷാനിക്ക 8.8. താങ്ക് യു ഷാനിക്ക. ചേച്ചി എൻ്റെ സ്നേഹ സമ്മാനം കുട്ടിയെ ദൈവം രക്ഷിക്കട്ടെ. താങ്ക് യു മാം. ഓക്കെ, ടോട്ടൽ 17.5. താങ്ക് യു ചേച്ചി.